ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ വുമൺ സെൻറ്റേഡ് സിനിമ റിലീസായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആരും അറിയാതെ ഒരു ട്രെയിലർ റിലീസായിട്ടുണ്ടായിരുന്നു. മിറായി സൂപ്പർ യോധ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തെലുങ്ക് സിനിമയാണ്. ഇതിലും കാണിക്കുന്ന ഒരു സൂപ്പർ വാരിയറിനെയാണ് കാണിക്കുന്നത്. അതായത് തേജ് സജയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തേജ് സജയെ പറ്റി പറയുവാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ 2024 ഏറ്റവും ഹയസ്റ്റ് ഗ്രോസറായിരുന്നു ഈ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. അതിലുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹനുമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലോട്ടുള്ള കണക്ടിവിറ്റിയും ഹനുമാനും ശേഷമുള്ള നമ്മുടെ രാമായണത്തിലെ കഥാപാത്രവും രാമനും ഹനുമാനും തമ്മിലുള്ള കണക്ഷനും ഈ ഒരു കഥാപാത്രവും ഈ തേജ് സജയുടെ ഒരു കഥാപാത്രവും തമ്മിലുള്ള കണക്ഷൻ ഇതെല്ലാം ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു മിത്ത് അല്ലെങ്കിൽ ആ കഥ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ബ്ലെൻഡ് ചെയ്ത രീതിയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചുമ്മാ ഇപ്പം രാമായണം കൊണ്ടുവന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, ആദിപുരുഷമൊക്കെ കണ്ടതാണ്. ഒരു ബ്ലെൻഡിങ്ങും ഇല്ലാതെ ചുമ്മാ അങ്ങ് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല അവർ ചെയ്ത്, നേരെ മറിച്ച് ഈ ഒരു കഥയെ സൈഫയിലോട്ട് കൊണ്ടുപോകുന്ന കണക്ട് ചെയ്ത രീതി. അപ്പം അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് മിറായി സൂപ്പർ യോധ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തെലുങ്ക് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. അവർ അങ്ങേ അറ്റം വരെ പോകും. പൈസ മുടക്കാൻ അവർക്കൊരു ലിമിറ്റില്ല. അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് ഇടണം. അതിനുള്ള ഒരു രീതിയിലാണ് അവർ ഓരോ സിനിമയും ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ മിറായി സൂപ്പർ യോധയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നിന്ന് പറഞ്ഞ ഈ സിനിമയിൽ അതായത് സീക്രട്ട് ആയിട്ടുള്ള ഒരു 9 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഒരു ഗ്രന്ഥങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു വാരിയർ വരുന്നു. വേറൊന്നുമല്ല, ആ ഗ്രന്ഥങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അയാൾക്ക് മനുഷ്യനിൽ നിന്ന് മാറി ദൈവമാവാൻ സാധിക്കും. അതായത് ഇമ്മോർട്ടൽ പവർ കിട്ടും. അപ്പോൾ അതിനെതിരെ ഒരു ആൻറ്റഗണിസ്റ്റ് ആയിട്ടുള്ള ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനെ തടയാൻ വേണ്ടി വരുന്ന ഒരു സൂപ്പർ യോദ്ധാവായിട്ടാണ് നമ്മുടെ തേജ് സജയുടെ ഈ ഒരു കഥാപാത്രം വരുന്നത്. ആ ട്രെയിലറിൽ മൊത്തം കാണിക്കുന്നതും അത് തന്നെയാണ്. അതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാർവലിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും അങ്ങനെയുള്ള സംഭവങ്ങൾ, മാർവൽ യൂണിവേഴ്സിലെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം വ്യക്തമായിട്ട് കാണിക്കും. പക്ഷേ കിടിലമായിട്ട് എടുത്തേക്കും. കിടിലമായിട്ടെന്ന് പറഞ്ഞാൽ കിടിലമായിട്ട് എടുത്തേക്കുന്നത്. ഈ ഒരു ട്രെയിലറിൽ ഒരു സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ജഡായു ആണെന്ന് തോന്നുന്നു. ആ ജഡായി ജമ്പി എന്നൊരു സീൻ, ആ ജഡായിയുടെ ഒപ്പം തേജ് സജ ജമ്പി എന്നൊരു സീൻ ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയുമില്ല. അതായത് അവസാനം വന്ന ആ ട്രെയിലറിൽ കണക്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് നമ്മൾ കൽക്കിയിൽ കണ്ടല്ലോ ഗാണ്ഡീവം എന്ന് പറഞ്ഞ ഒരു ഗാണ്ഡീവത്തെ പറ്റി നമ്മൾ കണ്ടതാണ്. അതേ കണക്ട് ചെയ്താണ് സിനിമ പോകുന്നത്. അതായത് പ്രഭാസിൻ്റെ കഥാപാത്രം നമ്മൾ കർണനിലോട്ട് വരുമ്പം ഹൈപ്പവറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബാണമുണ്ട്, അത് കണക്ട് ചെയ്താണ് പോകുന്നത്. സെയിം രീതി തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അതായത് രാമൻ്റെ കയ്യിലിരിക്കുന്ന ബാണം അത് ഈ സൂപ്പർ യോധ എന്ന് പറഞ്ഞത് തേജ് സജയുടെ ഈ ഒരു കഥാപാത്രത്തിന് കിട്ടുകയും അദ്ദേഹം സൂപ്പർ പവർ ആവണം, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്യാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു കൽക്കിലെ ചെറിയൊരു അഡാപ്ഷനൊക്കെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഗംഭീരമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചേക്കുന്നത്. എന്താണ് സംഭവം? എനിക്ക് തോന്നുന്നു ഇതും രാമായണത്തിൻ്റെ വേറൊരു വേർഷനാണ് ഈ ഒരു സിനിമയും കാണിക്കുന്നത്. പക്ഷേ അതിനെ സൈഫൈ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയാണ്. എനിക്ക് തോന്നുന്നത് ഇനി സെപ്റ്റംബർ 12 സിനിമ റിലീസാകാൻ പോകുന്നത്. റിലീസാകുമ്പോൾ ഉറപ്പായിട്ടും ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടാവും, അത് വ്യക്തമാണ്. ഇപ്പം പല ലാംഗ്വേജിലും പല ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തമിഴിലെടുക്കുകയാണെങ്കിൽ AGS ആണ്, മലയാളത്തിൽ വരികയാണെങ്കിൽ ഗോകുലം ഗോപാലിൻ്റെ റിലീസാണ്, അതുപോലെ കന്നഡ ഹോംബേലെ ഫിലിംസാണ്, ഹിന്ദിയിൽ ധർമ്മ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ഹൈ റീച്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തേജ് സജയുടെ പെർഫോമൻസും ഗംഭീരമായിരിക്കും. അതുപോലെ വില്ലൻ കഥാപാത്രം ചെയ്ത വ്യക്തിയും മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഷെയ്ഡെല്ലാം ചെയ്തു. അപ്പം അടുത്തൊരു സൂപ്പർ യോധ തെലുങ്കിൽ നിന്ന് വരികയാണ്, മിറായി സൂപ്പർ യോധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.